എൻ്റെ പേര് ആനി ആൻ്റണി. എനിക്ക് 73 വയസ്സായി. ഞാൻ ഈ സ്ഥാപനത്തിൽ വരാൻ കാരണം, പ്രസിഡൻസി ഹോംസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വരാൻ കാരണം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതനുസരിച്ചാണ് ഞാനിവിടെ വന്നത്. ആ സുഹൃത്തിന് 2 കാലും സർജറി ചെയ്ത് ഇവിടെ വന്ന് 2 മാസം താമസിച്ച് സുഖമായി പോയി എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാനിതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയും വന്ന് കണ്ടു അന്വേഷിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അതുകൂടാതെ തന്നെ വേറൊരു സുഹൃത്ത് ഒരു സർജറിക്ക് ശേഷം കഴിഞ്ഞ വർഷം 1 മാസത്തോളം ഇവിടെ താമസിച്ചായിരുന്നു. അപ്പോൾ ആ സുഹൃത്തും പറഞ്ഞു, പിന്നെ ഇങ്ങനെ നല്ല സൗകര്യമുണ്ട്, കുഴപ്പമൊന്നുമില്ല, സേഫാണ്, അതൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥാപനം തിരഞ്ഞെടുത്തത്. അപ്പോൾ ഞാൻ ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ 2 മുട്ടുകാലിനും നല്ല പെയിനായിരുന്നു. കുറേ വർഷങ്ങളായിട്ട് ഞാനത് വേദന സഹിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ വേദനയുടെ കാര്യം സർജറി ചെയ്യണമെന്ന് നിർബന്ധമായിട്ടും ഡോക്ടേഴ്സ് പറഞ്ഞതനുസരിച്ച് ഞാൻ ആസ്റ്റർ മെഡിസിറ്റിയിലാണ് എൻ്റെ 2 മുട്ടുകാലും ഞാൻ സർജറി ചെയ്തത്. സർജറി ചെയ്തതിന് ശേഷം പിന്നെ ആഫ്റ്റർ സർജറി എവിടെ നിൽക്കും എന്നുള്ള കാര്യത്തിന് ഞാനിവിടെ ഓൾറെഡി ഇവിടെ വന്ന് റൂമൊക്കെ കണ്ട് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സർജറി കഴിഞ്ഞപ്പോൾ ഇവിടെ വിളിച്ച് പറഞ്ഞു. ഇവിടുത്തെ നഴ്സിംഗ് സൂപ്രണ്ടും ഫിസിയോതെറാപ്പിസ്റ്റും പിന്നെ സോഷ്യൽ വർക്കറും ഒക്കെ ഹോസ്പിറ്റലിൽ വന്ന് ഇവാലുവേഷൻ എടുത്ത് അങ്ങനെ ഇവിടെ വരാൻ തന്നെ തീരുമാനിച്ചു. ഇവിടെ വന്ന അന്ന് മുതൽ നമ്മുടെ വൈറ്റൽസൊക്കെ എല്ലാ ദിവസവും രാവിലെ ഒരു 6-6:30 ഒക്കെ ആകുമ്പം വന്ന് വൈറ്റൽസൊക്കെ എടുക്കും. പിന്നെ ലോണ്ട്രി സൗകര്യമുണ്ട്. നമ്മുടെ ഡ്രസ്സുമൊക്കെ കൊണ്ടുപോയി അലക്കി തേച്ച് മടക്കി വൈകുന്നേരം ആകുമ്പോൾ കൊണ്ട് തരും. പിന്നെ ഫുഡ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കറക്റ്റ് പ്രോംപ്റ്റ് സമയത്ത് ഫുഡ് എത്തിയിരിക്കും. പിന്നെ ഫിസിയോതെറാപ്പി 2 നേരവും ഫിസിയോതെറാപ്പി ഉണ്ട്. രാവിലെയും ഉണ്ട് ഫിസിയോതെറാപ്പി, വൈകുന്നേരവും ഫിസിയോതെറാപ്പി. ഞാൻ മെയിനായിട്ട് വന്നതും ഫിസിയോതെറാപ്പി ഉദ്ദേശിച്ചിട്ട് തന്നെയാണ്. എനിക്ക് മറ്റുള്ള യാതൊരുവിധ ശാരീരിക അസ്വസ്ഥതകളൊന്നുമില്ല. അപ്പോൾ വൈറ്റൽസൊക്കെ എനിക്ക് സെക്കൻഡറിയാണ്. എൻ്റെ ഏറ്റവും പ്രധാന ആവശ്യം ഫിസിയോതെറാപ്പി ആയിരുന്നു. ഫിസിയോതെറാപ്പി ഒരു 3-4 എക്സസൈസ് എല്ലാ ദിവസവും 2 നേരം ചെയ്യും. അപ്പോഴും വാക്കറിലാണ് നടക്കുന്നത്. 2 നേരവും വാക്കറിൽ നടക്കും. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എക്സസൈസിൻ്റെ എണ്ണം കൂട്ടി ഒരു 4-4-4ന് പകരം 7 വരെയൊക്കെ നമ്പർ എത്തി. അപ്പോഴും വാക്കറിൽ തന്നെ 2 നേരം നടക്കുകയും ചെയ്യും. ഒരു 3 ആഴ്ചയായപ്പോഴേക്കും ഞാൻ വാക്കർ ഉപയോഗിച്ചിട്ട് ഹാൻഡ് റെയിലിൽ പിടിച്ച് നടക്കാൻ തുടങ്ങി. അപ്പോൾ ക്രമേണ എക്സസൈസിൻ്റെ എണ്ണം കൂടി കൊണ്ടുവന്നിരുന്നു. ഒരാഴ്ച ഹാൻഡ് റെയിലിൽ പിടിച്ച് നടന്നതിന് ശേഷം ഈ ഹാൻഡ് റെയിലിൽ പിടിച്ച് നടക്കുമ്പോഴും സ്റ്റെപ്പ് 2-3 ഒക്കെ കയറാൻ ശ്രമിച്ചിരുന്നു. സ്റ്റെപ്പിൻ്റെ ഹാൻഡ് റെയിലിൽ തന്നെ പിടിച്ചുകൊണ്ട് 2-3 സ്റ്റെപ്പ് കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്തിരുന്നു. 3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും സ്റ്റെപ്പിൻ്റെ എണ്ണം കൂട്ടി, എക്സസൈസിൻ്റെ എണ്ണവും കൂട്ടി. 1 മാസം, അതായത് സർജറി കഴിഞ്ഞ് 1 മാസമായപ്പം ഇത് വാക്കർ മാറ്റി ഞാൻ തനിയെ അങ്ങ് നടക്കാൻ തുടങ്ങി. അപ്പം ആ സമയം കൊണ്ട് എക്സസൈസിൻ്റെ എണ്ണവും കൂട്ടിയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 12-13 എക്സസൈസ് വരെ ചെയ്യുന്നുണ്ട്. എനിക്കാണെങ്കിൽ യാത്ര ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഈ കാല് വേദന ഉള്ളത് കൊണ്ട് കുറച്ച് നാളായിട്ട് യാത്രയൊക്കെ മുടക്കി വെച്ചിരിക്കുകയാണ്. ഇൻ്റർനാഷണൽ ടൂറുമൊക്കെ ഞാൻ കൂട്ടുകാരുടെ കൂടെ പോയിട്ടുണ്ട്. ലാസ്റ്റ് പോയത് പിന്നെ ക്രൂസിൽ ലക്ഷദ്വീപിലാണ്. അത് ഈ കഴിഞ്ഞ ഏപ്രിലിൽ. അത് പോയി വന്ന് കറക്റ്റ് 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ സർജറി ചെയ്ത് അത്യാവശ്യം എനിക്ക് ടൂറ് പോകാനുള്ള ആഗ്രഹം കൊണ്ടാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് പോയാൽ ശരിയാവത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ സർജറി ചെയ്യാൻ തന്നെ തീരുമാനിച്ചതും ഇവിടെ വന്ന് താമസിച്ചതും. ഞാൻ മൊത്തത്തിൽ പറഞ്ഞാൽ വളരെ സാറ്റിസ്ഫൈഡാണ്. പ്രസിഡൻസി ഹോംസിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ഞാൻ വളരെ സാറ്റിസ്ഫൈഡാണ്. ഞാൻ പലർക്ക് വേണ്ടിയും റെക്കമെൻഡ് ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്.